കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം CPIM കയ്യേറി എന്ന പരാതിയിൽ സർവകലാശാലയും നടപടിക്ക്. ഇത് ഉൾപ്പെടെ സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. സർവേ ഡയറക്ടറേറ്റിനോട് ഇക്കാര്യം ആവശ്യപ്പെടാൻ ആണ് തീരുമാനം. AKGയുടെ സ്മരണ നിലനിർത്താൻ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഭൂമി അനുവദിക്കണമെന്ന AKG സ്മാരക കമ്മിറ്റിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 1977 AK ആന്റണി സർക്കാർ സർവകലാശാലയുടെ ഭൂമി അനുവദിച്ചു. എന്നാൽ ഇതിനു പുറമെ കൂടുതൽ ഭൂമി CPIM കയ്യേറി എന്ന പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണ്. അതിനിടെയാണ് സർവകലാശാലയുടെ പുതിയ നീക്കം. സർവകലാശാലയുടെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം CPMന് ബോധ്യമുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗവർണർക്ക് പരാതി നൽകിയത്. സമാനമായി ഇത് സംബന്ധിച്ചൊരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഗവർണർ സർവകലാശാലയോട് ഇത് സംബന്ധിച്ചുള്ള നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള ഫയലാണ് ഇന്ന് സിൻഡിക്കേറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നത്. പരിഗണനയ്ക്ക് വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് CPM അംഗങ്ങൾ വശപ്പെട്ടത് കോടതിയിൽ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ഞാൻ ചർച്ച ചെയ്യേണ്ട, അത് കോടതി തീരുമാനിക്കട്ടെ, പക്ഷേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. സർവകലാശാലയ്ക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട്, സർവകലാശാലയുടെ ഒറിജിനൽ ഭൂമിയുടെ വിസ്തൃതി നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ആ ഭൂമി ഇന്ന് നമ്മുടെ കൈവശമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പരാതിയില്ല. കൈവശം ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അത് അളന്ന് തിട്ടപ്പെടുത്താൻ CPM അംഗങ്ങൾ പോലും തയ്യാറായി എന്നുള്ളതാണ് പരമാർത്ഥം. തീർച്ചയായിട്ടും വൈസ് ചാൻസലർ സർവകലാശാലയുടെ ഭൂമിയും സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഭൂമിയും അളക്കാനും അതിന് നമ്മുടെ സർവേ ഡയറക്ടറേറ്റിനെ തന്നെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർവേ ഡയറക്ടറേറ്റ് അടിയന്തരമായി തന്നെ ഈ ഭൂമി അളക്കുമ്പോഴേക്കും എത്ര സെൻറ്റ് സ്ഥലം യൂണിവേഴ്സിറ്റിയുടെ ഭൂമി AKG സെൻറ്റർ കൈവശപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എന്തുകൊണ്ട് AK ആൻ്റണി 1977 ഈ ഭൂമി AKG സെൻറ്ററിന് കൊടുത്തത്. അത് AKGയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമെന്ന ഉദ്ദേശത്തോടുകൂടി അന്ന് CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന നയനാർക്കാണ് കൊടുത്തത്. എന്നാൽ കൊടുത്ത ഭൂമിയേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ അവർ യൂണിവേഴ്സിറ്റി ഭൂമി പിടിച്ചെടുത്തു എന്നുള്ള സത്യമാണ്. എനിക്ക് സർക്കാരിൽ നിന്നും സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയ രേഖയിൽ പറയുന്നത് 55 സെൻറ്റ് ഭൂമി AKG സെൻറ്റർ കൈവശമുണ്ടെന്നുള്ളതാണ്. യെസ്, അതായത് 1977 AK ആന്റണി സർക്കാർ AKG സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് 34 സെന്റ് എന്ന നിലയിലാണ് ഡോക്യുമെന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ 55 സെന്റായി എങ്ങനെ ഉയർന്നു എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാല ഭൂമി, അത് മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് സർവകലാശാലയ്ക്ക് ഭൂമി നൽകിയത്. പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ വന്നപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അരുൺ, ഈ സർവകലാശാല ഭൂമി പലരും കയ്യേറിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതിൽ തന്നെ AKG സെന്ററും അല്ലെങ്കിൽ CPIM കയ്യേറി എന്ന സംശയം കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ സർവേയിലേക്ക് പോകുമ്പോൾ CPIMനെ അത് വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? CPIMന് ഇതിൽ കൃത്യമായൊരു മറുപടി ഉണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം? അഭിലാഷ്, AKGയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. AKG സെന്ററിൻ്റെ പഴയ AKG സെന്റർ പൊതുവിൽ പറയുന്ന കെട്ടിടം അത് യഥാർത്ഥത്തിൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡ് ഒരിടത്തും സ്ഥാപിച്ചിട്ടുമില്ല. ഏതായാലും ആ AKG സെന്ററിൻ്റെ പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി നൽകിയ ഭൂമി കയ്യേറി എന്നുള്ള ആരോപണമാണ് നേരത്തെ ഈ RS ശശികുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് RS ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ഭാരവാഹി ആയിരിക്കുമ്പോൾ പരാതി കോടതി നൽകി. ഇപ്പോൾ ഹൈക്കോടതിയുടെ കൂടി പരിഗണനയിലാണ്. അതിൽ പലപ്പോഴും CPM ആ വിഷയത്തിൽ ഇടപെടാതെ ആ കേസിൽ ഹാജരാകാതെ മാറുന്നു എന്ന വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ഏതായാലും ഇപ്പോൾ CPM അതിന് മറുപടി
സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നിയമ പോരാട്ടവുമായി CPM ഇറങ്ങുകയാണ്. അതിനിടയിലാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ UDF ഭരണം വന്നതിനെ തുടർന്ന് സ്വാധീനം ഉണ്ടാകുന്നത്. ആ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നലെ സർവകലാശാലയുടെ എല്ലാ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനമെടുത്തത്. ആ അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അത് മറ്റേതെങ്കിലും ഭൂമിക്ക് വേണ്ടിയല്ല. AKG സെൻറ്റർ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ AKG സെൻറ്റർ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത് സർക്കാർ എന്നുള്ളത്. അതിന് യൂണിവേഴ്സിറ്റിയുടെ കൂടി പിന്തുണയാണ്. ശശികുമാർ തന്നെയാണ് അത് സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ ആ പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കുന്നത്. CPM വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന വിഷയം തന്നെയാണത്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസാണത്. AKGയുടെ പേരിൽ ഓഫീസാണ്. 77 അന്ന് AKG സ്മാരക കമ്മിറ്റിയുടെ പേരിൽ EK നയനാർ, കമ്മിറ്റിയുടെ ചെയർമാൻ സെക്രട്ടറി EK നയനാർ അന്നത്തെ 77 മുഖ്യമന്ത്രി AK ആന്റണിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു. AKGയുടെ സ്മരണ നിലനിർത്തി തിരുവനന്തപുരത്ത് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ CPM തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള ഒരു റിസർച്ച് സെൻറ്റർ, ലൈബ്രറിയും കോൺഫറൻസ് ഹാളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് CPM സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത്. സ്മാരക കമ്മിറ്റിക്ക് വേണ്ടി അന്ന് EK നയനാർ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിക്ക് നൽകിയ കത്ത്. അപ്പോൾ തന്നെ AK നടപടിയെടുത്താണ് 34 സെൻറ്റ് സ്ഥലം നൽകിയത്. പിന്നീട് ഈ ഭൂമിയിൽ കയ്യേറ്റമുണ്ടായി എന്ന ആരോപണം 84 വരുന്നത്. 77 AKG സ്മാരക സമിതിക്ക് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഭൂമി വിട്ടുകൊടുത്തു. എന്നാൽ അനധികൃതമായി ഈ ഭൂമിക്ക് പുറമെ സർവകലാശാല ഭൂമി CPM കയ്യേറി എന്ന ആരോപണം 84 വരുന്നു. 92 കേരള സർവകലാശാല വൈസ് ചാൻസലറായി JV വിളനിലം വന്നതോടുകൂടി മുഴുവൻ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനമെടുത്തു. പിന്നീട് വലിയ സമരങ്ങൾ വിളനിലമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഉണ്ടാവുകയും ആ തീരുമാനം നടപ്പാക്കാതെ പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തത്. ഈ ഭൂമി തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി. ഏതായാലും കയ്യേറ്റ ഭൂമിയുണ്ട് എന്ന് CPM സമ്മതിക്കുന്നില്ല. എന്നാൽ അങ്ങനെ കയ്യേറിയ ഭൂമിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പലതും സെക്രട്ടേറിയറ്റ് പോലും ഇല്ല എന്നുള്ളത് വിവരാവകാശ രേഖ പ്രകാരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അവിടെ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണമാണ് CPM-നെതിരെ. റീസർവേ അല്ലെങ്കിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഡോക്യുമെന്റുകൾ 77 ഡോക്യുമെന്റുകൾ അത് പൂർണ്ണമായും ഇല്ല എന്ന് പറയാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. സ്വാഭാവികമാണല്ലോ. 77 ഭൂമി കൈമാറിയത് എങ്കിൽ ഈ എത്ര വിസ്തൃതിയുണ്ട് AKG സെന്ററിന്, അതിൽ തന്നെ എവിടെ നിന്നാണ് ഈ ബാക്കി ഭൂമി? ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നിയമപരമായൊരു പോരാട്ടം ഹൈക്കോടതിയിൽ നടക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് സർവകലാശാല ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ഇനിയിപ്പോൾ AKG സെന്റർ മാത്രമല്ല വേറെ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി വ്യക്തമാവുകയും എത്രത്തോളം ഭൂമി ഈ സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ടു എന്നതിലൊക്കെ സാങ്കേതികമായ വിവരശേഖരണം ഉണ്ടാകുമല്ലോ. അതിൽ തീർച്ചയായിട്ടും സർവേ ഡയറക്ടറേറ്റിനോട് ഇക്കാര്യം യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടാൻ പോകുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിലും തർക്കങ്ങളുണ്ടായി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. ഇത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ല നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചു. VC അതിനോട് യോജിച്ചു എന്നാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത്. പക്ഷേ എന്നാൽ ഈ ഔദ്യോഗിക പക്ഷം, ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം സ്വാഭാവികമായും കോൺഗ്രസ് ആണ്. ശശികുമാർ ഉൾപ്പെടെയുള്ളവരാണ്. ശശികുമാർ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കാനാണ് സാധ്യത. ഇനിയും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. സ്വാഭാവികമായി സർവേ ഡയറക്ടർക്ക് കത്ത് നൽകണം. അവിടെ നിന്നുള്ള അനുമതിയൊക്കെ വേണം. സർക്കാരിൻ്റെ ഒരു അനുമതി കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കാരണം പാർട്ടി ഓഫീസുകൾ പരസ്പരം അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകാറില്ല. പക്ഷേ ശശികുമാർ ഇത് വളരെ കൃത്യമായ വിഷയമായി എടുക്കുകയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി നിലപാട് കടുപ്പിച്ചാൽ സർക്കാരിനും അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. പിന്നീട് നിയമപോരാട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൂടി ഇടവയ്ക്കുന്ന വിഷയമായത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം ഈ AKG പഠന ഗവേഷണ കേന്ദ്രം അത്രയധികം വൈകാരിക പ്രാധാന്യത്തോടുകൂടി CPM കാണുന്ന ഒന്നാണ്. സംസ്ഥാനത്തെ ഏറ്റവും ജനകീയനായിരുന്ന CPM നേതാവിൻ്റെ പേരിലുള്ള ഒരു ഗവേഷണ കേന്ദ്രം ദീർഘനാൾ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായി കൂടി പ്രവർത്തിച്ച ഒരിടമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ഈ കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്നത്. ഏതായാലും അത്തരമൊരു ഓഫീസിന് മേൽ സർക്കാർ കൈവയ്ക്കാൻ വന്നാൽ, അതും കയ്യേറ്റം എന്ന തരത്തിൽ അവിടെ നടപടികളിലേക്ക് കടന്നാൽ അത് രാഷ്ട്രീയമായി കൂടി CPM പ്രതിരോധിക്കാൻ പോകുന്ന ഒരു വിഷയമായി മാറും. ഇപ്പോൾ തന്നെ കോടതിയിൽ CPM ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം നൽകിയ പരാതിയിൽ CPM-ന്റെ തുടർ നടപടികൾ നടക്കുന്നുണ്ട്. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് നടപടികളിലേക്ക് കടക്കാൻ വന്നാൽ അത് രാഷ്ട്രീയമായും നിയമപരമായും വലിയ പോരാട്ടത്തിനാകും കേരളത്തിൽ വഴിയൊരുക്കുക. ഏതായാലും ശശികുമാറിൻ്റെ ആ നീക്കത്തിന്, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ നീക്കത്തിന് ഇപ്പോൾ സർവകലാശാല കൂടി ഒപ്പം നിൽക്കുകയാണ്. അതാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള, ഔദ്യോഗിക സ്വഭാവമുള്ള ഒന്നായി മാറുന്നത്. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സർവകലാശാല തന്നെ തങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ
അവിടെയാണ് AKG സെന്റർ ഉൾപ്പെടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. 34 സെന്റ് അല്ല, അതിപ്പോൾ 55 സെന്റിന് മുകളിലേക്കുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ ഭൂമി എവിടെ നിന്നാണ്? ഇത് സർവകലാശാല ഭൂമി തന്നെയാണ് കയ്യേറിയിട്ടുള്ളത്. എത്ര കുറവ് സർവകലാശാല ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ വ്യക്തത വരും. അവിടെ സ്വാഭാവികമായും പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം സ്ഥലം ലഭിച്ചത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതായി വരും. ഒരു ഭാഗത്ത് നിയമ പോരാട്ടം കൂടി തുടരുന്നതിന് ഇടയിൽ ആണ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.